നമസ്കാരം. സിം കാർഡിൽ കേന്ദ്രത്തിന്റെ പണി വരുന്നു. ഓഗസ്റ്റ് 24 മുതൽ നിയന്ത്രണം കടുപ്പിക്കാനാണ് കേന്ദ്ര നീക്കം. രാജ്യത്ത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന മൊബൈൽ കണക്ഷനുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കാനാണ് കേന്ദ്ര നീക്കം. ഓഗസ്റ്റ് 24 മുതൽ ടെലികോം ഓപ്പറേറ്റർമാർക്ക് ചട്ടങ്ങൾ കർശനമായി പാലിക്കേണ്ടി വരും. പുതിയ സിം കാർഡ് അനുവദിക്കുന്നതിന് മുൻപ് എത്ര സിം കാർഡ് കൈവശമുണ്ട് എന്ന കാര്യം ആദ്യം പരിശോധിക്കും. അതിനുശേഷം മാത്രമാണ് സിം അനുവദിക്കുക. ഈ കാര്യത്തിൽ പരിശോധനയും കടുത്ത നിയന്ത്രണവും ഉണ്ടാവും. അനുവദനീയമായ പരിധി കഴിഞ്ഞും പുതിയ മൊബൈൽ കണക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്ന ഉപഭോക്താക്കളെ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ടെലികോം സേവനദാതാക്കൾക്ക് ടെലികോം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരാൾക്ക് 9 കണക്ഷനുകൾ എന്ന പരിധി നേരത്തെ തന്നെ ടെലികോം വകുപ്പ് നിശ്ചയിച്ചിരുന്നതാണ്. ഇതാണ് കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ജമ്മു കാശ്മീർ, അസം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആളുകൾക്ക് 6 കണക്ഷനുകൾ കൈവശം വെക്കാം. നിർദ്ദിഷ്ട പരിധി കഴിഞ്ഞ ഉപഭോക്താക്കൾക്ക് കൂടുതൽ നമ്പറുകൾ ഇനി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. പുതിയ ചട്ടം എല്ലാ ഓപ്പറേറ്റർമാർക്കും ടെലികോം സർക്കിളുകൾക്കും ബാധകമാണ്. പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഇതു സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. മറ്റ് ഓപ്പറേറ്റർമാരിൽ നിന്നോ മറ്റ് ടെലികോം സേവന മേഖലകളിൽ നിന്നോ എടുത്ത കണക്ഷനുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ നൽകേണ്ടി വരും. കസ്റ്റമർ അപ്ലിക്കേഷൻ ഫോമിൽ CAF ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തേണ്ടി വരും. അനുവദനീയമായ പരിധിക്ക് അപ്പുറം മൊബൈൽ കണക്ഷൻ കണ്ടെത്തുന്ന പക്ഷം അത് ഉടനടി സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം. കസ്റ്റമർ അപ്ലിക്കേഷൻ ഫോമിലെ നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ചായിരിക്കും ഈ നടപടി. ഇനി നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന് എങ്ങനെ പരിശോധിക്കാം? ഓൺലൈനായി സഞ്ചാർ സാത്തി പോർട്ടൽ സന്ദർശിച്ചോ സ്മാർട്ട് ഫോണിൽ സഞ്ചാർ സാത്തി ആപ്പ് ഡൗൺലോഡ് ചെയ്തോ ഇക്കാര്യം പരിശോധിക്കാം. നടപടി ക്രമങ്ങൾ ലളിതമാണ്. നോ യുവർ മൊബൈൽ കണക്ഷൻസ് ഇൻ യുവർ നെയിം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകുക. നിങ്ങളുടെ നമ്പറിലേക്ക് അയച്ച OTP നൽകുക. ഈ ഘട്ടങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറുകളുടെ ലിസ്റ്റ് വെബ് പേജ് കാണിക്കും. ലിസ്റ്റിൽ നിങ്ങൾ കാണുന്ന നമ്പർ നിങ്ങളുടേതല്ലെങ്കിൽ നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും. ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുമായി അവരുടെ പ്രക്രിയകൾ സംയോജിപ്പിക്കാനും കാര്യക്ഷമമാക്കാനും ടെലികോം കമ്പനികൾക്ക് സർക്കാർ നവംബർ 30 വരെ സമയം നൽകിയിട്ടുണ്ട്. നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രമേ വരിക്കാർ മൊബൈൽ കണക്ഷനുകൾ ഉപയോഗിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കുക എന്നതാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്നാണ് ടെലികോം മന്ത്രാലയം അറിയിക്കുന്നത്.